നമസ്കാരം. ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള തേർഡ് ആൻഡ് ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ലിങ്ക്ഡ് വിത്ത് റിലേഷൻഷിപ്പ് ഇൻ ഫിഷസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ റിഗ്രഷൻ ഇൻ ഫിഷറീസ്, മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് മറൈൻ ഫിഷ് ലാൻഡിങ്സ് ഇൻ ഇന്ത്യ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ആൻഡ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ്. ഈ 4 ബുക്സാണ് ഈ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതത് ഭാഗത്ത് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കോറിലേഷൻ എന്നുള്ള ടേം നോക്കാം. കോറിലേഷൻ എന്ന് പറയുമ്പോൾ 2 കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് വേറൊരു വേരിയബിൾ കൂടെ കൂടുന്നു, അല്ലെങ്കിൽ ഒരു വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് വേറൊരു വേരിയബിൾ കുറയുന്നു. ഇങ്ങനെ 2 ടൈപ്പിലുണ്ടാവാമല്ലോ. ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് പീപ്പിൾ. ഒരാളുടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയ്റ്റും കൂടും. അല്ലെങ്കിൽ ഒരാളുടെ ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷനും ഇൻകവും ഇത് തമ്മിൽ എന്താണ്, ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ഇൻകവും കൂടണം. അങ്ങനെയാണല്ലോ സാധാരണ വേണ്ടത്. അപ്പം ഇതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. 2 കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് സ്കേറ്റർ പ്ലോട്ട്, രണ്ടാമത്തത് കാർഡ്-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഈ കോറിലേഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ സ്കേറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. സ്കാറ്റർ പ്ലോട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിലെ ഒരു വേരിയബിൾ എക്സ് ആക്സിസിലും രണ്ടാമത്തെ വേരിയബിൾ വൈ ആക്സിസിലും ഡിനോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിളിൽ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അതിൽ ആദ്യത്തെ ആളുടെ ഹൈറ്റ് വരുന്നത് ഇവിടെയും വെയ്റ്റ് വരുന്നത് ഇവിടെയുമാണെങ്കിൽ അതിനെ നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ ആളുടെ ഇവിടെ ഡിനോട്ട് ചെയ്യും, മൂന്നാമത്തെ ആളുടെ ഇവിടെ ഡിനോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇതെല്ലാം ഒരു സ്ട്രൈറ്റ് ലൈനിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ എക്സ് ആക്സിസിലെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈ ആക്സിസിലെ വാല്യൂ ആനുപാതികമായിട്ട് തന്നെ കൂടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുക ഇവർ തമ്മിൽ ഹൈ ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ട് എന്നാണ് പറയുക. ഇനി അല്ലാതെ ഈ പോയിൻറ്റ്സ് ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ, അതായത് ഒരു പോയിൻ്റ് ഇവിടെ കിടക്കുന്നു, പിന്നെ മറ്റൊരു പോയിൻ്റ് ഈ ലൈനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇവിടെ കിടക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ അവിടെ ലോ ഡിഗ്രി ഓഫ് കോറിലേഷനാണ് ഉള്ളത് എന്നാണ് പറയുക. ഈ ഡിഗ്രി ഓഫ് കോറിലേഷനെ ഡിനോട്ട് ചെയ്യാനാണ് ആർ എന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിറക്ഷൻ, അതായത് ഒരു വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് മറ്റൊരു വേരിയബിൾ കൂടുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ സൈൻ ഇവിടെ കാണിക്കുന്നത്, +R എന്നുള്ളത്. ഈ ആറിൻ്റെ കൂടെ പ്ലസ് സൈൻ വരുന്നത് പോസിറ്റീവ് കോറിലേഷനാണ്. ഇനി അല്ലാതെ ഒരു വേരിയബിൾ കൂടുന്നതിനനുസരിച്ച് മറ്റൊരു വേരിയബിൾ കുറയുകയാണെങ്കിൽ അവിടെ ആറിന് മൈനസ് വാല്യൂ ആണ് വരിക. ഈ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡാണ് കാർഡ്-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരുന്നത് പിയേഴ്സൺസ് ആർ, അല്ലെങ്കിൽ അതിന് ലീനിയർ ഓർ പ്രൊഡക്റ്റ് മൊമെൻ്റ് കോറിലേഷൻ എന്നൊക്കെ പറയും. പിയേഴ്സൺസ് ആറിൻ്റെ ഇക്വേഷൻ σxy ഡിവൈഡഡ് ബൈ n σx σy എന്നുള്ളതാണ്. ഈ ആറ് നമ്മൾ സ്കേറ്റർ പ്ലോട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡൊക്കെ തരുന്നുണ്ട്. പ്ലസ് ആൻഡ് മൈനസ് സൈനൊക്കെ ഇതിനുമുണ്ട്. ഇനി ഇതിൽ എക്സ് എന്ന് പറയുന്നത് xi മൈനസ് എക്സ് ബാർ. ഇവിടെ എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്. ഇപ്പം ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ഹൈറ്റിൻ്റെ മീനാണ് ഇവിടെ എക്സ് ബാർ വരിക. xi എന്ന് പറയുന്നത് ആളുടെ ഹൈറ്റ്, അതായത് ഒന്നാമത്തെ ആളുടെ ഹൈറ്റ്, രണ്ടാമത്തെ ആളുടെ ഹൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ
ith ആളുടെ ഹൈറ്റാണ് എക്സ് ഐ എന്ന് പറയുന്നത്, എക്സ് ഐ മൈനസ് എക്സ് ബാർ. അതുപോലെ തന്നെ y ഈക്വൽ ടു വൈ ഐ മൈനസ് വൈ ബാർ എന്ന് പറയുന്നത്. ഇനി സിഗ്മ എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്, സിഗ്മ വൈ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. ഇതിൽ n എന്ന് പറയുന്ന നമ്പർ ഓഫ് പെയർസ് ഓഫ് ഒബ്സർവേഷൻ, അതായത് എത്ര ആളുടെ ഹൈറ്റും വെയ്റ്റും ആണോ എടുത്തത് അത്. ഈ കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്നാമത്തത്, ഇത് യൂണിറ്റിനനുസരിച്ചിട്ട് മാറില്ല. അതായത് ഇപ്പോൾ ഈ ഹൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് സെൻറ്റിമീറ്ററിലെടുത്താലും ഇഞ്ചിലെടുത്താലും, അതേപോലെ ഈ വെയ്റ്റ് കിലോഗ്രാമിലെടുത്താലും ഗ്രാമിലെടുത്താലും ഈ ആറിൻ്റെ വാല്യൂ മാറില്ല. പിന്നെ ഈ ആറിൻ്റെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കായിരിക്കും. അതായത് ഇപ്പം ഹൈറ്റ് കൂടുന്നതിന് അതേ അനുപാതത്തിൽ വെയ്റ്റ് കൂടുകയാണെങ്കിൽ +1 എന്ന് വരും. ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയ്റ്റ് കുറയുവാണെങ്കിൽ അവിടെ -1 എന്ന് വരും. ഇനി ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ അവിടെ 0 എന്ന് വരും. അപ്പോൾ അതുകൊണ്ടെല്ലാം ഈ ആറിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കാണ് ഉണ്ടാവുക. ഇനി എന്ന് പറയുന്നത് ഈ ലീനിയർ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. വേറെയുള്ള കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കാം. ഈ എല്ലാ പോയിൻറ്റ്സും ഒരു കറക്റ്റ് ഒരു ലൈനിൽ വരുമ്പോഴാണ് നമ്മൾ r ഈക്വൽ ടു, അത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ r ഈക്വൽ ടു +1 എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0 ആവുന്ന കേസാണ്. അത് നമ്മൾ പറഞ്ഞു, രണ്ടും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എങ്കിൽ അവിടെ 0 എന്നാണ് വരിക. ഇനി അടുത്ത പോയിൻ്റ്, ഈ ഹൈറ്റ് എക്സ് ആക്സിസിലും വെയ്റ്റ് വൈ ആക്സിസിലും നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് വെയ്റ്റ് എക്സ് ആക്സിസിലും അതുപോലെ ഹൈറ്റ് വൈ ആക്സിസിൽ കൊടുത്താലും ഈ ആറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ആറ് ടി ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ഈ ഡിഗ്രി ഓഫ് കോറിലേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പ് കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ് എങ്കിലും. ഒന്നാമത്തത് പെർഫെക്റ്റ് കോറിലേഷൻ. പെർഫെക്റ്റ് കോറിലേഷൻ 2 ടൈപ്പിൽ വരാം. എക്സ് കൂടുന്നതിനനുസരിച്ച് അതേ അനുപാതത്തിൽ വൈ കൂടുകയും എന്നിട്ട് അതൊരു പെർഫെക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ അതിൻ്റെ വാല്യൂസ് വരികയും ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു റേസിങ് സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ r ഈക്വൽ ടു +1, അതിനെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഇനി എക്സ് കൂടുന്നതിനനുസരിച്ച് വൈ കുറയുകയാണ് എങ്കിൽ അവിടെ നമുക്കൊരു ഫോളിങ് സ്ട്രെയിറ്റ് ലൈനാണ് കാണാൻ പറ്റുക. അതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അല്ലെങ്കിൽ r ഈക്വൽ ടു -1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് ആബ്സെൻസ് ഓഫ് കോറിലേഷൻ. 2 വേരിയബിൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എങ്കിൽ അതിങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും. അവിടെ വരുന്നതാണ് r ഈക്വൽ ടു 0 കോറിലേഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ലിമിറ്റഡ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. അതായത് പെർഫെക്റ്റ്ലി കോറിലേറ്റഡും അല്ല എങ്കിൽ പെർഫെക്റ്റ് ആബ്സെൻസ് ഓഫ് കോറിലേഷനും ഇല്ല. അങ്ങനെ വരുന്ന കേസസ് ആണ് ലിമിറ്റഡ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. അതായത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കിടക്കുന്ന ടൈപ്പ് ഓഫ് കോറിലേഷൻ. ഇത് 3 ടൈപ്പിൽ വരാം. ഹൈ ഡിഗ്രി ഉണ്ടാവാം, മോഡറേറ്റ് ഡിഗ്രി ഉണ്ടാവാം, ലോ ഡിഗ്രി ഉണ്ടാവാം. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലെങ്കിലും ഒരു നേരോ സ്ട്രിപ്പിൽ അപ്വാർഡ് ഡയറക്ഷനിൽ റൈസ് ചെയ്യുന്ന പോലെ വരുവാണെങ്കിൽ അതിനെ സ്ട്രോങ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അപ്പം വാല്യൂ ഏകദേശം r ഈക്വൽ ടു +0.8 എന്നൊക്കെ വരാം. ഇനി സ്ട്രോങ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു നാരോ സ്ട്രിപ്പിൽ ഫോളിങ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ അതിന് r ഈക്വൽ ടു -0.8 എന്ന് പറയാൻ പറ്റും. ഇനി ഇത് വാല്യൂസ് സ്പ്രെഡാണ് എങ്കിലും അതിനൊരു റൈസിങ് അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ട് എങ്കിൽ അതൊരു വീക്ക് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അതിന് ഒരു r ഈക്വൽ ടു +0.2 എന്നൊക്കെ വാല്യൂസ് വരാം. ഇനി വീക്ക് നെഗറ്റീവ് ആണെങ്കിലോ അതും സ്കാറ്റേർഡ് ആണ്, പക്ഷേ അതിനൊരു ഫോളിങ് ഡൗൺവേർഡ്സ് ഡിറക്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം, r ഈക്വൽ ടു -0.2 എന്ന് പറയാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ കോംപ്ലക്സ് കോറിലേഷൻസ് ഉണ്ടാവും. എക്സും വൈയും സംവാട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ ആ റിലേഷൻഷിപ്പ്
നമുക്ക് ഈസിലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്സാണ് കോംപ്ലക്സ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ടേബിൾസ് നോക്കാം. ആബ്സെൻസ് ഓഫ് കോറിലേഷൻ ആണെങ്കിൽ R=0 എന്ന് വരും. പെർഫെക്റ്റ് ആണെങ്കിൽ +1 വരാം, -1 വരാം. പിന്നെ ഹൈ ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഗ്രാഫിൽ കാണിച്ചു 0.8 ആണ് കാണിച്ചത്. 0.75ൻ്റെ ഇടയ്ക്ക് തൊട്ട് 1 വരെ വരാം. ഇനി മോഡറേറ്റ് ആണെങ്കിൽ 0.25 തൊട്ട് 0.75 വരെ, ലോ ഡിഗ്രി ആണെങ്കിൽ 0 to 0.25 വരെ വരാം. ഈ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ലീനിയർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അതേ അനുപാതത്തിൽ സെയിം റേഷ്യോയിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതെന്ത് വരും? ഒരു ലൈനിൽ വരും. അങ്ങനെയാണെങ്കിൽ ലീനിയർ എന്ന് പറയും. ഇനി അങ്ങനെ ഒരു റേഷ്യോയിലല്ല ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അത് നോൺ ലീനിയർ കോറിലേഷനായിട്ട് വരും. കോറിലേഷൻ നമ്മൾ പറഞ്ഞു, 2 കണ്ടിന്യൂസ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം അതിലൊരു വേരിയബിൾ എക്സും വൈയും ആണെന്ന് കരുതിക്കോ. ഒരെണ്ണം എക്സും വേറൊരെണ്ണം വൈയും ആണെങ്കിൽ റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത് നമുക്ക് ഒന്നിൻ്റെ വാല്യൂ അറിയാം. എക്സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ അതിൽ നിന്നും വൈ കണ്ടുപിടിക്കുന്നതാണ് റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്കേറ്റർ പ്ലോട്ടിൽ നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിലെ വാല്യൂസും വൈ ആക്സിസിലെ വാല്യൂസും കൂടെ വെച്ചിട്ട് നമ്മൾ x1, y1, x2, y2 ഇങ്ങനെ പോയിൻറ്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ കോറിലേഷൻ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ ഒരു നാരോ സ്ട്രിപ്പിൽ വന്ന് കിടക്കും. ഇങ്ങനെ നാരോ സ്ട്രിപ്പിൽ വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഡിസ്റ്റൻസ് കുറഞ്ഞ രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അപ്പം എന്താണ്? ഈ പോയിന്റിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ്, ഈ സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അടുത്ത പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇങ്ങനെ ഏറ്റവും ഡിസ്റ്റൻസ്, ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞ രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഈ സ്ട്രെയിറ്റ് ലൈനിന് പറയുന്ന പേരാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ലൈൻ ഓഫ് റിഗ്രഷൻ എന്നും പറയും. ഇത് ഇനിയിപ്പോൾ ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു എക്സ് പോയിൻറ്റിൻ്റെ എക്സ് വെച്ചിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ ഈ ലൈനിനെ എന്ത് ചെയ്യാം? എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യാം. എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ എക്സിൻ്റെ വാല്യൂൻ്റെ നേരെ വരുന്ന വൈൻ്റെ വാല്യൂ ഏതാണോ അത് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ഈ 2 കണ്ടിന്യൂസ് വേരിയബിൾ ഉള്ളതിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേരിയബിളിനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വെച്ചിട്ട് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്ന വേരിയബിളിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മാത്രമുള്ളതിനെയാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ്റെ ഇക്വേഷനാണ് y=a + bx. ഇതിൽ വൈയും എക്സും നമുക്കറിയാവുന്ന പോലെ കണ്ടിന്യൂസ് വേരിയബിൾസ് ആണ്. എയും ബിയും അൺനോൺ കോൺസ്റ്റൻസ് ആണ്. ഇതിൽ എ ഇൻ്റർസെപ്റ്റ് ആണ്. ബി എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ അത് സ്ലോപ്പ് ഓഫ് ദി ഇക്വേഷൻ ആണ്. സ്ലോപ്പ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? Δy/Δx. ഇനി ഇതിലെ എയും ബിയും, എൻ്റെയും ബിൻ്റെയും വാല്യൂസാണ് തീരുമാനിക്കുക ഈ സ്ട്രെയിറ്റ് ലൈൻ എവിടെ വരണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് എ എന്ന് പറയുന്ന ഇൻ്റർസെപ്റ്റാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് യൂണിറ്റ് ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ് ആണ്. ഈ ബെസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ബെസ്റ്റ് വാല്യൂസ് ഓഫ് എയും ബിയും കിട്ടേണ്ടതുണ്ട്. ഈ എനെയും ബിനെയും പറയുക പാരാമീറ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്നും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കണം ഓരോ പോയിൻറ്റ്സിലോട്ടും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ്
ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്നാണ് പറയുക. ബെസ്റ്റ് ലൈനിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ. ഇതിനെ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ ഇക്വേഷൻ. പിന്നെ ഈ ഓരോ പോയിൻറ്റ്സിൽ നിന്നും ഈ ലൈനിലോട്ടുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, ഡീവിയേഷൻ, അതിന് പറയുന്ന പേരാണ് റെസിഡ്യൂവൽസ്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്, അതെന്താണ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനിങ് ദിസ് പാരാമീറ്റേഴ്സ്. പിന്നെ നമുക്കങ്ങനെ കിട്ടിയിട്ടുള്ള ലൈനിന് റിഗ്രഷൻ ലൈൻ എന്ന് പറയും, അതിൻ്റെ ഇക്വേഷന് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ ലൈനിൽ നിന്നുള്ള ഡീവിയേഷനെ റെസിഡ്യൂവൽസ് എന്നും പറയും. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് 2 സിനാരിയോസ് നോക്കാം. ഒന്നാമത്തേത്, ഒരു ഏരിയയിലെ റെയിൻഫോൾ നമുക്കറിയാം, അത് വെച്ചിട്ട് ആ ഏരിയയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, ഒരു ഏരിയയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അറിഞ്ഞിട്ട് അവിടുത്തെ റെയിൻഫോൾ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ വേറൊരു സിനാരിയോയിലാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടിയുടെ എക്കണോമിക്സ് മാർക്ക് നമുക്കറിയാം, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്ക് നമുക്കറിയാം, അതിൽ നിന്നും എക്കണോമിക്സിൻ്റെ മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം ഫസ്റ്റ് സിനാരിയോയിലെ എക്കണോമിക്സിൻ്റെ മാർക്ക് എക്സ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് വൈ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് അറിഞ്ഞിട്ട് വൈ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ മറ്റേതിൽ വൈ അറിഞ്ഞിട്ട് എക്സ് കണ്ടുപിടിക്കും. ഇങ്ങനെ ഈ 2 എണ്ണത്തിന് നമ്മൾ സെപ്പറേറ്റ് ഇക്വേഷൻ കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ എന്ത് കൊടുക്കാൻ പറ്റും, y(i) = a+bx. ഇത് എക്കണോമിക്സിൻ്റെ മാർക്ക് അറിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ചുള്ളത് xi = α+βy എന്നിങ്ങനെ 2 ഇക്വേഷനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എയും ആൽഫയും എന്ത് വരും, ഇൻ്റർസെപ്റ്റുകളും, ബിയും ബീറ്റായും സ്ലോപ്പുകളായിട്ടും വരും. അപ്പോൾ ഇതിൽ ബിയും ബീറ്റയുമാണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു Δy/Δx. ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷനാണ് റിഗ്രഷനിൽ വരുന്ന സ്ലോപ്പിൻ്റെ ജനറൽ ഇക്വേഷൻ. സ്ലോപ്പ് b = സിഗ്മ x - x bar × y - y bar ഡിവൈഡഡ് ബൈ സിഗ്മ x - x bar ഹോൾ സ്ക്വയർ, അതായത് സിഗ്മ xy/സിഗ്മ x ഹോൾ സ്ക്വയർ. ഇതാണ് സ്ലോപ്പിൻ്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ 2 ഇക്വേഷൻസിലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ബിയിൽ ആദ്യത്തെ ഓരോ ബിയിലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് b = സിഗ്മ xy/സിഗ്മ x² എന്നും, ഇതിൻ്റെ സ്ലോപ്പ് ബീറ്റ = സിഗ്മ xy/സിഗ്മ x² എന്നും പറയും. ഇതിൽ പക്ഷേ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് എക്കണോമിക്സിൻ്റെ മാർക്ക് ഇത് രണ്ടും സെയിം ആണ് 2 സിനാരിയോയിലും. അപ്പോൾ അവിടെ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെയിം ആയിരിക്കും. സിഗ്മ xy എന്ന് പറയുന്നതും സിഗ്മ yx എന്ന് പറയുന്നതും ഇവിടെ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 സ്ലോപ്പിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് കാണും. b × ബീറ്റ എന്ന് പറയുന്നത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, സിഗ്മ സ്ക്വയർ xy/സിഗ്മ x²/സിഗ്മ² y എന്ന് വരും. നമ്മൾ അവിടെ പറഞ്ഞിരുന്ന കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ r = സിഗ്മ xy/n സിഗ്മ x സിഗ്മ y എന്നായിരുന്നു. ഇതിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു സിഗ്മ xy/n ആണ്. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, നമുക്ക് ഇവിടെ r² ആണ് b × ബീറ്റ എന്ന് പറയാൻ പറ്റും. ഈ r² പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്താ മനസ്സിലായത്, ദ പ്രോഡക്റ്റ് ഓഫ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഓഫ് y on x ആൻഡ് x on y ഈസ് ദ സ്ക്വയർ ഓഫ് ദി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. അതായത് 2 റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ് നമുക്കറിയാം, ഒന്ന് ബിയും മറ്റേത് ബീറ്റയും. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദി കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് r² ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ r² ആണ്. ആറിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു -1 മുതൽ 1 വരെ വാരി ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്ക്വയർ ആണെങ്കിലോ -1ൻ്റെ സ്ക്വയർ 1 ആവുമല്ലോ. അപ്പോൾ 0 and 1ൻ്റെ ഇടയിലായിരിക്കും കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ്റെ വാല്യൂസ് വരിക. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തത്, എ ഫിഷറി സയൻറ്റിസ്റ്റ് യൂസസ് എ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ to study the relationship between the number of fishing days x and the total income y from 16 fishing boats. The resulting regression equation is y equal to -0.0127 plus 0.0180x. Based on this equation, what is the correct interpretation of the regression coefficient അല്ലെങ്കിൽ slope? Option A, it takes approximately 0.018 days to increase income by 1 unit. B, for every 1 unit increase in income, the number of fishing days increase by 1.8. C, it takes approximately 55.56 days to increase income by 1 unit. D, for every additional fishing day, the income increases by approximately 55.56 units. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് ബി ഈക്വൽ ടു Δy/Δx എന്നുള്ളതാണ് അല്ലേ. ബി എന്ന് പറയുന്നത് നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാം. 0.0180 അതാണ് സ്ലോപ്പ്. അതെന്താണ്? ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഫിഷിംഗ് ഡേയ്സ് ആണ്. നമ്മൾ Δy ഓപ്ഷൻസിലൊക്കെ കൊടുത്തിരിക്കുന്ന എന്താണ്? 1 യൂണിറ്റിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ Δx അപ്പോൾ എന്തായി? 55.56. അതെന്താണ്? ഫിഷിംഗ് ഡേയ്സ്. അപ്പോൾ ഓപ്ഷൻ സി, ഇറ്റ് ടേക്സ് അപ്രോക്സിമേറ്റ്ലി 55.56 ഡേയ്സ് ടു ഇൻക്രീസ് ഇൻകം ബൈ 1 യൂണിറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ക്ലോസ് ടു 1? വെൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ക്ലോസ് ടു 1 എപ്പോഴാണ്? വെൻ ദർ ഈസ് എ സ്ട്രോങ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 വേരിയബിൾസ് അല്ലേ. ഓപ്ഷൻ ബി. ഇനി ഇഫ് ദ പോയിൻറ്റ്സ് ഇൻ എ സ്കാറ്റർ ഡയഗ്രാം ഷോ എ ഡൗൺവേർഡ് ട്രെൻഡ് ഫ്രം ലെഫ്റ്റ് ടോപ്പ് ടു ദ റൈറ്റ് ബോട്ടം, ദ കോറിലേഷൻ ഈസ്. ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇൻ റിഗ്രഷൻ അനാലിസിസ് ദ വേരിയബിൾ ദാറ്റ് ഈസ് ബീയിങ് പ്രെഡിക്റ്റഡ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമുക്ക് ഓൾറെഡി നോൺ ആയിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വേരിയബിളാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പേഴ്സ് മാച്ച് ചെയ്യാനാണ്. ഇതിൽ പ്രഡിക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? റിഗ്രഷനാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ബേസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിഗ്രഷൻ. ഇനി കമ്പയർ മീൻ കമ്പയർ ആണുള്ളത് ടി ടെസ്റ്റാണ്, നമുക്കറിയാം. പിന്നെ അസോസിയേഷൻ കണ്ടുപിടിക്കുന്ന ഏതാണ്? നമ്മൾ chi-square ടെസ്റ്റിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ് അല്ലേ. ഇനി ഡിസ്പേർഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. കാരണം എന്താണ്? മീൻ വാല്യൂയിൽ നിന്നുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് അത്രത്തോളം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടും. ആൻസർ വരുന്നത് ഡി ആണ്. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0.8, കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഈസ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്താണ്? ആറാണ്. r ഈക്വൽ ടു 0.8. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ r² ആണ്. അപ്പോൾ എത്ര വരും? 0.8 × 0.8 എന്ന് പറയുന്നത് 0.64 എന്ന് വരും. 64%. ആൻസർ ഡി ആണ് ഉത്തരം. അടുത്ത ടോപ്പിക്കാണ് ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഫിഷസ് എന്നുള്ളത്. ഈ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് തുടക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫിഷസിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അതിൽ നിന്നും വെയ്റ്റ് എത്രയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു AL⁻⁵ ഇതിൽ W വെയ്റ്റ്, L ലെങ്ത്ത്. ഈ A and B എന്നുള്ളതിനെ പറയുക ലെങ്ത് വെയ്റ്റ് പാരാമീറ്റേഴ്സ് എന്നാണ് പറയുക. ഈ എയും ബിയും ഒരു സ്പീഷീസിനനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ജോഗ്രഫിക്കൽ റീജിയനനുസരിച്ച് അവരുടെ സ്റ്റോക്കിനനുസരിച്ച് ഒക്കെ ഈ എ ആൻഡ് ബി പാരാമീറ്റേഴ്സ് മാറും. ഇതിലെ എനെ പറയുക സ്കെയിലിംഗ് കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുക. ബീനെ പറയുക
ഷേപ്പ് പാരാമീറ്റർ എന്നാണ് പറയുക. എന് പറയുന്നത് സ്കെയിലിംഗ് കോഎഫിഷ്യൻ്റ് എന്നും ബിന് പറയുന്നത് ഷേപ്പ് പാരാമീറ്റർ എന്നാണ് പറയുക. ഈ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റോക്ക് കമ്പോസിഷനെ കുറിച്ച്, ലൈഫ് സ്പാന്, മോർട്ടാലിറ്റി, ഗ്രോത്ത്, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലെങ്ത്തിൽ നിന്നും വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ബയോമാസിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്, ഫിഷിൻ്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ ലെങ്ത് വെയിറ്റ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബി എന്ന് പറയുന്നത് ഷേപ്പ് പാരാമീറ്ററാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇതിലെ ലെങ്ത് എന്ന് പറയുന്നത് 1 ഡയമെൻഷനലും വെയിറ്റ് 3 ഡയമെൻഷനിലും ആയതുകൊണ്ട് ബി ഈക്വൽ ടു 3 എന്നാണ് അസ്യൂം ചെയ്യുക. പക്ഷേ ഇത് എല്ലാ കണ്ടീഷനിലും സെയിം അല്ല. കാരണം ചില ഫിഷസ് ഭയങ്കര സ്ലെൻഡർ ആയിരിക്കും, ആ സമയത്ത് ബി ലെസ് ദാൻ 3 ആയിരിക്കും. ഇനി ചില ഫിഷസ് ആണെങ്കിൽ തിക്കർ ആയിരിക്കും, അങ്ങനെയുള്ള കണ്ടീഷനിൽ ബി ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. ഈ ഐസോമെട്രിക് ഗ്രോത്ത്, അലോമെട്രിക് ഗ്രോത്ത് എന്നൊക്കെ പറയില്ലേ. ഐസോമെട്രിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഫിഷിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വളരുന്നതാണ് ഐസോമെട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ഫിഷിന് കുഞ്ഞിൽ എന്ത് ഷേപ്പാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ തന്നെ അതേപോലത്തെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഷേപ്പായിരിക്കും വലുതാവുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഐസോമെട്രിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതിൽ ബി ഈക്വൽ ടു 3 എന്നായിരിക്കും. മറ്റേത് അലോമെട്രിക് ഗ്രോത്ത് പോസിറ്റീവ് അലോമെട്രിക് ഗ്രോത്തും ഉണ്ടാവും, നെഗറ്റീവ് അലോമെട്രിക് ഗ്രോത്തും ഉണ്ടാവും. നെഗറ്റീവ് അലോമെട്രിക് ഗ്രോത്ത് കാണിക്കുന്ന ഈ സ്ലെൻഡർ ഫിഷസ് ആണ്. അതെന്തായിരിക്കും? എലോങ്ങേറ്റഡ് ആയിരിക്കും. അത് ഒരേപോലെ അല്ല എല്ലാ ഭാഗങ്ങളും വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? സ്ലെൻഡർ ആയിരിക്കും. അതിൻ്റെ ബി ലെസ് ദാൻ 3 ആയിരിക്കും. അതാണ് നെഗറ്റീവ് അലോമെട്രി കാണിക്കുന്നത്. ഇനി ഭയങ്കര തിക്കറായിട്ടുള്ള ഫിഷസ് ഒക്കെ ആണെങ്കിൽ അത് പോസിറ്റീവ് അലോമെട്രിയാണ് കാണിക്കുക. അവിടെ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ആണ് വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനില്ലേ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ W=AL⁴B എന്നുള്ളത്, അതിനെ Y=A+BX എന്നുള്ള റിഗ്രഷൻ ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നതാണിത്. ഇതിൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. പിന്നെ ബി സ്ലോപ്പും. ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ഇൻ ഫിഷറീസ് നോക്കാം. അതിൽ ലെങ്ത് വെയ്റ്റ് പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് നമുക്ക് എക്സൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എക്സലിൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡേറ്റയിൽ പോവാം. ഡേറ്റയിൽ പോകുമ്പോഴത്തേക്കും നമുക്കവിടെ ഡേറ്റ അനാലിസിസ് എന്നുള്ള ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഗ്രഷൻ എന്ന് കാണാൻ പറ്റും. അതിൽ ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഈ പാരാമീറ്റേഴ്സും അനോവയും എല്ലാം ചെയ്തിട്ടുള്ള ഡേറ്റ ടേബിളർ ഫോമിൽ അവിടെ വരും. നമ്മളിതിന് വേണ്ടിയിട്ട് എക്സലിൽ ആദ്യം നമ്മുടെ ലെങ്ത്ത്, വെയ്റ്റ്, പിന്നെ LN =LN എന്നുള്ള ഫങ്ഷൻ വെച്ചിട്ട് ഈ ലെങ്ത്തിൻ്റെയും വെയ്റ്റിൻ്റെയും ലോഗരിതമിക് വാല്യൂ കാണുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഡേറ്റയിൽ പോവുക, ഡാറ്റ അനാലിസിസിൽ പോവുക. എന്നിട്ട് റിഗ്രഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ എക്സ് വാല്യൂ ൻ്റെ റേഞ്ച്, എക്സ് വാല്യൂ വരുന്ന ടേബിൾ മെൻഷൻ ചെയ്യുക, വൈ വാല്യൂസ് വരുന്ന ടേബിൾ മെൻഷൻ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ടേബിളർ ഫോമിൽ റിസൾട്ട്സ് വരും. ഇതിൽ അനോവ ഉണ്ടാവും, പിന്നെ റിഗ്രഷൻ അനാലിസിസും എസ്റ്റിമേഷൻ ഓഫ് കോഎഫിഷ്യൻസ് എല്ലാം കാണും. ഇതിൽ കണ്ടോ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ലോപ്പിൻ്റെ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഇനി ഇതിൽ R വാല്യൂ കൊടുത്തിട്ടുണ്ട്. R വാല്യൂ ഇതിൽ കൊടുത്തിട്ടുള്ളത് 0.96 ആണ്. അതെന്താണ്? ഒരു ഗുഡ് ഫിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാല്യൂ ആണല്ലോ. 1 ആണല്ലോ നമ്മൾ പെർഫെക്റ്റ് ഫിറ്റായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അടുത്ത് 0.96 തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ എയും ബിയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ ലെങ്ത്ത് വെയ്റ്റ് വാല്യൂം കൂടെ നോക്കിയിട്ട് W=AL⁴B എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ട് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ജനറൽ ഫോർമുല ഫോർ ദി ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് ഇൻ ഫിഷസ് ഈസ്.
ആൻസർ ചെയ്യാണ് W = AL raised to B. പിന്നെ എ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ ഈസ് ഒബ്സർവ്ഡ് ബിറ്റ്വീൻ ഫിഷ് ലെങ്ത് ആൻഡ് വെയ്റ്റ്. വാട്ട് ഡസ് ദിസ് ഇംപ്ലൈ? നോ റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, റാൻഡം വേരിയേഷൻ. ആൻസർ സി ആണ് വരിക, ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇനി എ റിഗ്രഷൻ മോഡൽ ഈസ് ഡെവലപ്ഡ് ടു പ്രെഡിക്റ്റ് ഫിഷ് വെയ്റ്റ് ഫ്രം ലെങ്ത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് മോഡൽ? It measures variability, it tests significance, calculate probability, predict one variable from another. Answer എന്താണ്? D. Predict one variable from another. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ഫിഷറി സയൻറ്റിസ്റ്റ് മോഡൽസ് ദ ഗ്രോത്ത് ഓഫ് ടു ഡിഫറെൻറ്റ് ഫിഷ് പോപ്പുലേഷൻസ്, സ്പീഷീസ് എക്സ് ആൻഡ് സ്പീഷീസ് വൈ, യൂസിങ് ദ ലെങ്ത് വെയ്റ്റ് റിലേഷൻഷിപ്പ് W = AL raised to B. For species X, the calculated parameters are A = 0.025 and B = 3.2. For species Y, the parameters are A = 0.045 and B = 2.8. Assuming both populations are healthy, what is the most accurate conclusion that can be drawn from these parameters? അപ്പോൾ അതിൽ സ്പീഷീസ് എക്സിൻ്റെ ബി വാല്യൂ B = 3.2, അത് മോർ ദാൻ 3 ആണ്, അത് പോസിറ്റീവ് അലോമെട്രിക് ആണ്. ഇനി സ്പീഷീസ് വൈൻ്റെ ബി എന്ന് പറയുന്നത് 2.8 ആണ്, ലെസ് ദാൻ 3 ആണ്, നെഗറ്റീവ് അലോമെട്രിക് ആണ്. ഇനി എ, ബോത്ത് സ്പീഷീസ് എക്സിബിറ്റ് ഐസോമെട്രിക് ഗ്രോത്ത് ബിക്കോസ് ദെയർ ഗ്രോത്ത് പാറ്റേൺസ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓവർ ടൈം ഡിസ്പൈറ്റ് ദ ഡിഫറെൻറ്റ് എ ആൻഡ് ബി വാല്യൂസ്. അത് തെറ്റാണ്, ഐസോമെട്രിക് അല്ല, രണ്ടും അലോമെട്രിക് ആണ്. ഇനി ബി, species X is in better condition than species Y because its B value is higher, while the A value for species Y indicate it is more streamlined. ഒന്നാമത്തത് ബി വാല്യൂ കൂടുതലാവുമ്പോൾ കൂടുതൽ ഹെൽത്തിയർ ആവും, അങ്ങനെയില്ല. പിന്നെ എ വാല്യൂ എന്ന് പറയുന്നത് അത് സ്ട്രീം ലൈൻഡ് ആണോ അല്ലയോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യില്ല. ഇനി സി, species Y exhibit a better condition factor than species X, but species X is becoming more streamlined as it grows. സ്പീഷീസ് എക്സിൻ്റെ ബി വാല്യൂ 3.2 ആണ്, അത് മോർ സ്ട്രീംലൈൻഡ് ആവല്ല, കുറച്ചുകൂടെ വണ്ണം വയ്ക്കുകയാണ് അത് ചെയ്യണത്. ഇനി ഡി, സ്പീഷീസ് എക്സ് ഇസ് എക്സ്പീരിയൻസിങ് പോസിറ്റീവ് അലോമെട്രിക് ഗ്രോത്ത്, അത് കറക്റ്റാണ്. meaning it is becoming relatively heavier for its length as it grows. പിന്നെ species Y is experiencing negative allometric growth, becoming more streamlined. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് മെത്തഡോളജി ഫോർ എസ്റ്റിമേഷൻ ഓഫ് മറൈൻ ഫിഷ് ലാൻഡിങ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യക്ക് 8129 കിലോമീറ്റർ നീളമുള്ള കോസ്റ്റൽ ലൈനുണ്ട്. 3000ഓളം മറൈൻ ഫിഷിംഗ് വില്ലേജസും 1400ഓളം ലാൻഡിംഗ് സെൻറ്റേഴ്സും ഉണ്ട്. ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, മറൈൻ ഫിഷ് ലാൻഡിങ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റിഫൈഡ് മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്നുള്ളതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ഇവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നത് ഓവർ സ്പേസും ഓവർ ടൈം, ഇങ്ങനെ രണ്ട് സ്ട്രാറ്റം ആക്കിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഓവർ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ മാരിടൈം സ്റ്റേറ്റിനെ അവരുടെ ജിയോഗ്രഫിക്കൽ കണ്ടീഷനെയും അതുപോലെ ഫിഷിംഗ് ഇൻറ്റൻസിറ്റിൻ്റെയും ബേസിൽ സോൺസുകളായി തിരിച്ചിട്ടുണ്ടാവും. ഈ സോൺസിനെ തന്നെ പിന്നീട് ഈ ഫിഷിംഗ് ഇൻറ്റൻസിറ്റീൻ്റെ ബേസിൽ സബ്സ്ട്രേറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഓവർ സ്പേസ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി ഓവർ ടൈം ഉള്ള ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കലണ്ടർ മന്താണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ 20 ലാൻഡിങ് സെൻറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് വരും? 20 × 30, അതായത് ഒരു മാസത്തിൽ 30 ദിവസം എന്ന് കാണുവാണെങ്കിൽ 20 × 30 = 600 ലാൻഡിങ് സെൻറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് സോൺ ഫോർ ദാറ്റ് മന്ത്. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഒബ്സർവേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു മാസത്തിന്
3 ഡിവൈഡ് ചെയ്യും. ഓരോ 10 ദിവസങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ 10ൽ ആദ്യത്തെ 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ 4 വിചാരിച്ചോ. ഇങ്ങനെ ഒരു ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്യൂട്ടീവായിട്ടുള്ള 5 ദിവസം കൂടെ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിലെ അടുത്തടുത്ത് വരുന്ന 2 ദിവസത്തിന് ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ആദ്യത്തെ 10ൽ 3 ക്ലസ്റ്റർ വരും. ആദ്യം ഒരു മാസത്തിനെ 3 10 ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ 10ൽ നിന്നും അതിൻ്റെ ആദ്യത്തെ 5 ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന് റാൻഡമായിട്ട് ചൂസ് ചെയ്യും. ഇവിടെ 4 ചൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ റാൻഡമായിട്ട് ഒരു ദിവസം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന 5 ദിവസം കൂടി കൺസിക്യൂട്ടീവായിട്ടുള്ള 5 ദിവസം കൂടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ സെലക്ട് ചെയ്തതിൽ കൺസിക്യൂട്ടീവായിട്ട് വരുന്ന 2 ദിവസത്തിനെ ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ 4 എടുത്തിട്ടുള്ളതെങ്കിൽ 4ഉം 5ഉം ഒരു ക്ലസ്റ്റർ, 6ഉം 7ഉം ഒരു ക്ലസ്റ്റർ, 8ഉം 9ഉം ഒരു ക്ലസ്റ്റർ. അപ്പോൾ ആദ്യത്തെ 10ൽ നിന്നും 3 ക്ലസ്റ്റർ കിട്ടി. അങ്ങനെ രണ്ടാമത്തെ 10ൽ നിന്നും അടുത്ത 3 ക്ലസ്റ്റർ കിട്ടും. പിന്നെ അടുത്ത 10ൽ നിന്നും വീണ്ടും 3 ക്ലസ്റ്റർ. അങ്ങനെ 9 ക്ലസ്റ്റർ ഡേയ്സ് ആണ് ഉണ്ടാവുക. ഒരു മാസത്തിൽ 9 ലാൻഡിംഗ് സെൻറ്റർ ഡേയ്സ് കാണും. ഇനി ടൈം എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒബ്സർവ് ചെയ്യും. രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഒബ്സർവ് ചെയ്യും. പിന്നെ രാത്രിക്കത്തേത്, അതായത് വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെയുള്ളത് നമ്മളൊരു എൻക്വയറി ഫോം വെച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഈ 3 കൂടെ കൂട്ടിയിട്ടാണ് 24 മണിക്കൂറാക്കിയിട്ട് എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഡേ ചെയ്യുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് ഡേ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഒബ്സർവ് ചെയ്യും. പിന്നെ രാത്രിക്കത്തേത്, അതായത് വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെ ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു 24 മണിക്കൂർ ഒബ്സർവേഷൻ ആവുന്നത്. ഒരുപാട് ബോട്ടുകളുള്ള ലാൻഡിംഗ് സെൻറ്ററിൽ എല്ലാ ബോട്ടുകളും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. 15 എണ്ണത്തിൽ താഴെ ബോട്ടുകളെ ഉള്ളെങ്കിൽ അത് 100% ഒബ്സർവ് ചെയ്യും. ഇനി 16 to 19 ആണെങ്കിൽ ആദ്യത്തെ 10 എണ്ണം, ബാലൻസ് 50% ഒബ്സർവ് ചെയ്യും. ഇനി 20 to 29 ആണെങ്കിൽ 1 in 2, 30 to 39 ആണെങ്കിൽ 1 in 3, 40 to 49 ആണെങ്കിൽ 1 in 4, 50 to 59 ആണെങ്കിൽ 1 in 5 ബോട്ട്സ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഈ ബോട്ടിലുള്ള ഫിഷിൻ്റെ വെയിറ്റ് എങ്ങനെ നോക്കാം. ബോട്ടിൽ ഉള്ള ഫിഷുകൾ ബാസ്ക്കറ്റിലാണ് മാറ്റുന്നത്. അപ്പം ഒരു ബാസ്ക്കറ്റിലുള്ള ഫിഷിൻ്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ എടുക്കുമ്പോൾ. അങ്ങനെയാണ് ആ ബോട്ടിലുള്ള മൊത്തം ഫിഷിൻ്റെ വെയിറ്റും നോക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 24 hours ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ഡേ ആയി, ഒരു ലാൻഡിംഗ് ഡേ ആയി. ഇനി ആ ഒരു ഡേൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു മന്ത്ലി സോണൽ ലാൻഡിങ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ സോണൽ എസ്റ്റിമേറ്റിൽ നിന്നും പിന്നീട് ഡിസ്ട്രിക്റ്റ് വൈസ്, പിന്നീട് സ്റ്റേറ്റ് വൈസ്, അങ്ങനെ ഓൾ ഇന്ത്യ ലാൻഡിങ്സും അറൈവ് ചെയ്യും. ഇങ്ങനെയാണ് മറൈൻ ഫിഷ് ലാൻഡിങ്സ് ഇൻ ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ ഓഫ് ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ആൻഡ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ്. ഇൻലാൻഡ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഡൈവേഴ്സാണ്.
ലേക്സ് വരും, ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലൻഡ്സ് വരും, റിവേഴ്സ്, എസ്റ്ററീസ്, റിസർവേഴ്സ്, സ്ട്രീംസ്, പോൺസ്, ഇറിഗേഷൻ ടാങ്ക്സ്, കനാൽസ്, കോസ്റ്റൽ ലഗൂൺസ്, ക്രീക്സ്, ബ്രാക്കിഷ് വാട്ടർ ലഗൂൺസ്, പിന്നെ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള വാട്ടേഴ്സ്, ഫ്രഷ് വാട്ടർ മെയിൻലി, ഇതെല്ലാം ഇൻലൻഡ് വാട്ടേഴ്സിൽ വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഈ ഇൻലൻഡ് ഫിഷറീസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അവിടെ വരുന്ന പോളിസീസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാനേജ്മെൻറ്റ് നോംസ് ഒക്കെ ആണെങ്കിലും ഓരോ സ്റ്റേറ്റിലും വാരി ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഡൈവേഴ്സിറ്റി പറയുവാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള അവിടങ്ങളിലൊക്കെ ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലൻഡ്സും റിവറൈൻ റിസോഴ്സസൊക്കെയാണ് കൂടുതലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ബ്രാക്കിഷ് വാട്ടേഴ്സും ലഗൂൺസും ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഇന്ത്യയിൽ ക്യാപ്ചർ ഫിഷറീസും കൾച്ചർ ഫിഷറീസും ഇൻലൻഡ് വാട്ടേഴ്സിൽ വരുന്നുണ്ട്. പക്ഷേ ചില റിസർവേഴ്സിലൊക്കെ ആണെങ്കിൽ രണ്ടും കാണും. അവിടെ കേജ് കൾച്ചറും കാണും, അതുപോലെ ക്യാപ്ചർ ഫിഷറീസ് വേറെ അവിടെ നടക്കുന്നുണ്ടാവും. ഈ ഒരു സിനാരിയോ വേറെ ചില വെറ്റ്ലൻഡ്സിലും കാണുന്നുണ്ട്. ഇനി ഇതിൽ ആദ്യത്തേത് ക്യാച്ച് എസ്റ്റിമേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ പോണ്ട്സ് ആൻഡ് ടാങ്ക്സ് ആണ്. ഈ ടൈപ്പ് വാട്ടർ ബോഡീസിൻ്റെ ആവറേജ് ഏരിയ 10 ഹെക്ടേഴ്സിന് ബിലോ ആണ്. ഇവിടെ പോളികാർപ്പാണ് ജനറലി പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഓർഗാനിക് ഫീഡും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സൊക്കെ വെച്ചിട്ട് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സാമ്പിളിംഗ് ഫ്രെയിം പറയുവാണെങ്കിൽ ഇവിടെ പോപ്പുലേഷനായിട്ട് എടുക്കുന്നത് ഡിസ്ട്രിക്റ്റാണ്. എങ്കിൽ കൂടിയും ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ പോണ്ട്സും ടാങ്ക്സൊക്കെ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്ട്രിക്റ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ ആ പോപ്പുലേഷൻ ലാർജുമാണ്, ഭയങ്കര ഡിഫിക്കൾട്ടുമാണ്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന സാമ്പിളിംഗ് ടെക്നിക്കാണ് 2 സ്റ്റേജ് സാമ്പിളിംഗ് പ്രൊസീജിയർ. അതായത് ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യുക, ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പോണ്ട്സിനെയും ടാങ്ക്സിനെയും ഓരോ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് മാറ്റും. ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 2 അങ്ങനെ മാറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ ചെയ്യുന്നത് ഈ ക്ലസ്റ്ററാക്കി മാറ്റി വെച്ചതുണ്ടല്ലോ, ഇതിൽ നിന്നും വീണ്ടും സാമ്പിൾ ചെയ്യും. ഇങ്ങനെ 2 സ്റ്റേജായിട്ടാണ് ഇവിടെ സാമ്പിളിംഗ് പ്രൊസീജിയർ നടക്കുന്നത്. ഇനി രണ്ടാമത്തേത് ക്യാച്ച് എസ്റ്റിമേഷൻ മെത്തേഡ്സ് ഫോർ ആർട്ടിസണൽ ഫിഷിംഗ് ആണ്. ഈ ആർട്ടിസണൽ ഫിഷറീസിൽ വരുന്നത് ട്രഡീഷണൽ ഫിഷിംഗ് ആണ്. വളരെ കുറച്ച് ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു ട്രഡീഷണൽ ഫിഷിംഗ് മെത്തേഡ്സ് ആണ് ആർട്ടിസണൽ ഫിഷിങ്ങിൽ മെയിനായിട്ട് വരിക. ഇനി ഇതിൻ്റെ പോപ്പുലേഷൻ സ്ട്രക്ചർ ആൻഡ് സാമ്പിളിംഗ് ഫ്രെയിം നോക്കുന്ന സമയത്ത് ഇതിൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ജില്ലയിൽ എവിടെയൊക്കെ ആർട്ടിസണൽ ഫിഷിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റിവറിൽ ആർട്ടിസണൽ ഫിഷിംഗ് നടക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര ഫിഷർ ഡേയ്സ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെറ്റ്ലൻഡ്സിൽ, റിസർവേഴ്സിൽ, റിവേഴ്സിലൊക്കെ ആർട്ടിസണൽ ഫിഷിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ലിസ്റ്റ് ഓഫ് ഫിഷർ ഡേയ്സ് ഓഫ് എ വെറ്റ്ലാൻഡ്, അതുപോലെ ലിസ്റ്റ് ഓഫ് ഫിഷർ ഡേയ്സ് ഓഫ് റിസർവെയർ, ലിസ്റ്റ് ഓഫ് ഫിഷർ ഡേയ്സ് ഓഫ് റിവർ, ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യണം. ഇനി ഇവിടെ വരുന്ന വേറെ ഫാക്ടേഴ്സാണ് സീസൺസ്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർലി ലോങ് സ്ട്രെച്ച് ഓഫ് റിവർ ആണെന്ന് വിചാരിച്ചോ, അതിൽ സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങറ്റത്തൊന്നും വെള്ളം കാണൂല. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്പർ ഓഫ് സീസൺസിനും നമ്പർ ഓഫ് സ്ട്രെച്ചസിനൊക്കെ അനുസരിച്ച് വീണ്ടും സ്ട്രാറ്റിഫിക്കേഷൻ നടക്കും. അവിടെ എത്ര നമ്പർ ഓഫ് സ്ട്രേറ്റ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള സീസൺസും സ്ട്രെച്ചസും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ടോട്ടൽ ക്യാച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ഓൾ ക്യാച്ചസ് ഓഫ് ഓൾ ടോട്ടൽ അവൈലബിൾ ഫിഷർ ഡേയ്സ് ഓവർ ഓൾ ദ സ്ട്രെച്ചസ്. ക്യാച്ച് എസ്റ്റിമേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ റിവേഴ്സ് ആൻഡ് എസ്റ്ററീസ് ആണ് അടുത്തതുള്ളത്. ഈ എസ്റ്ററീസിന് മറീൻ ഫിഷ് ലാൻഡിങ്സ് പോലെ തന്നെ ലാൻഡിങ് സെൻറ്റർ അപ്രോച്ച് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ റിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിവേഴ്സ് ഭയങ്കര ഡൈവേഴ്സാണ്. മിക്കെണ്ണത്തിലും ക്യാപ്ചർ ബേസ്ഡ് ഓപ്പൺ ആക്സസ് ഫിഷറീസ് ആണ് നടക്കുന്നുണ്ടാവുക. ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് ലീസിന് കൊടുത്തിട്ടും ഉണ്ടാവും. പിന്നെ
ഇവിടെ കൊമേഴ്ഷ്യൽ, ആർട്ടിസണൽ, സബ്സ്റ്റനൻസ് ആൻഡ് ട്രഡീഷണൽ ഫിഷറീസ് എല്ലാം നടക്കുന്നുണ്ടാവും. പിന്നെ ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള ഫിഷിംഗ് ഗിയേഴ്സും ടാക്കിൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെ മൈഗ്രേറ്ററി ഫിഷസും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ചില റിവേഴ്സ്, ഗംഗ റിവർ പോലുള്ള മേജർ റിവേഴ്സിലൊക്കെ ലാൻഡിങ് സെൻറ്റേഴ്സും ഉണ്ട്. ഇനി ഇതിൽ വരുന്ന ലാൻഡിങ് സെൻറ്റർ അപ്രോച്ചാണ് പറയാൻ പോകുന്നത്. ലാൻഡിങ് സെൻറ്റർ അപ്രോച്ച് റിവേഴ്സ് ആൻഡ് എസ്റ്ററീസിൽ 2 ടൈപ്പിലുണ്ടാവും. ഒരെണ്ണത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ റിവേഴ്സിനെയും എസ്റ്ററീസിനെയും കൂടെ ഒരുമിച്ച് എടുത്ത് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ എന്ന് വെച്ചാൽ അത്ര കോംപ്ലക്സ് അല്ലാതെ ഹ്യൂമൻ ക്യാപിറ്റലും ടൈമും എഫേർട്ടൊക്കെ കുറച്ച് കുറവായിരിക്കും. ഇനി രണ്ടാമത്തതെന്ന് വെച്ചാൽ രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കും. റിവേഴ്സിൻ്റെതും എസ്റ്ററീസിൻ്റെതും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പെസിഫിക് ഡേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി 4ാമത്തത് ക്യാച്ച് എസ്റ്റിമേഷൻ പ്രൊസീജിയർ ഫോർ റിസർവേഴ്സ് ആണ്. ഇന്ത്യൻ റിസർവേഴ്സ് സൈസിൻ്റെ ബേസിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും: സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. സ്മോൾ എന്ന് പറയുമ്പോൾ 10 to 1000 ഹെക്ടേഴ്സ് വരും. മീഡിയം എന്ന് പറയുമ്പോൾ 1000 to 5000 ഹെക്ടേഴ്സ്. അതുപോലെ ലാർജ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 5000 ഹെക്ടേഴ്സും വരും. ഇനി ഇന്ത്യൻ റിസർവേഴ്സ് മെയിനായിട്ട് സ്റ്റോക്ക് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സ്മോൾ റിസർവേഴ്സിൽ കൾച്ചർ ബേസ്ഡ് ഫിഷറീസും കാണും, ക്യാപ്ചർ ബേസ്ഡ് ഫിഷറീസും കാണും. ഈ ഫിഷറീസ് സ്റ്റോക്കിനെ ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ഷാലോ റിസർവേഴ്സിൽ മാത്രമേ പറ്റുള്ളൂ. മീഡിയം ആൻഡ് ലാർജ് റിസർവേഴ്സിലൊക്കെ ആണെങ്കിൽ ഫിഷിംഗ് പെൻ കൾച്ചർ, കേജ് കൾച്ചർ പോലുള്ള ഫിഷിംഗ് ടെക്നിക്സാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി റീക്യാപ്ചർ ചെയ്യാനും എളുപ്പമാണ്. റിസർവേഴ്സിലുള്ള ഫിഷറീസ് മാനേജ് ചെയ്യുന്നുണ്ടാവുക ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫിഷറീസ് കോപ്പറേറ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസ് ലീസിനെടുത്തിട്ടുള്ളതും ഉണ്ടാവും. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ഫിഷ് ചെയ്യുന്നതും. പിന്നെ ഇവരുടെ കയ്യിൽ ഇതിൻ്റെ ഡാറ്റയും കാണും. പക്ഷേ ഈ മാനേജ് ചെയ്യാത്ത റിസർവേഴ്സിൻ്റെ ഡേറ്റ കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് 2 സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. ഇവിടെയും ഡിസ്ട്രിക്റ്റ് ലെവൽ ക്യാച്ച് എസ്റ്റിമേഷനാണ് നടക്കുക. പിന്നെ ലാൻഡിംഗ് ഡേയ്സ് ആണ് സ്മോളസ്റ്റ് പോപ്പുലേഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലാൻഡിംഗ് സെൻറ്റേഴ്സ് കാണാത്ത സ്ഥലങ്ങളിൽ ഈ ആർട്ടിസണൽ ഫിഷിങ്ങിൻ്റെ ക്യാച്ച് എസ്റ്റിമേഷൻ മെത്തേഡ് ഉണ്ടല്ലോ, അതും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ക്യാച്ച് എസ്റ്റിമേഷൻ പ്രൊസീജിയർ ഫോർ ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലാൻഡ്സ് ആൻഡ് ലേക്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിന് അഡ്ജോയിനിങ് ആയിട്ട് കാണുന്ന ലെൻഡിക് വാട്ടർ ബോഡീസ് ആണ്. ഇത് റിവേഴ്സുമായിട്ട് കണക്ഷൻ ഉള്ളതും ഉണ്ടാവാം, ഇല്ലാത്തതും ഉണ്ടാവാം. ഇതിന് എക്സാമ്പിൾസ് ആണ് ഓക്സ്ബോ ലേക്സ്, ബീൽസ് ഒക്കെ. പിന്നെ ലേക്സിലാണെങ്കിൽ ലഗൂൺസ് വരും, കായൽസ് വരും, ഫ്രഷ് വാട്ടർ ലേക്സൊക്കെ കാണും. ഇനി ഇതിലൊക്കെ ഉള്ള ഫിഷറീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വെറ്റ്ലാൻഡ് ഫിഷറീസ് ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വെറ്റ്ലാൻഡ് ഓപ്പണും ഉണ്ടാവും, ക്ലോസ്ഡും ഉണ്ടാവും. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഈ റിവറുമായിട്ട്, മെയിൻ റിവറുമായിട്ട് ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ കണക്ഷൻ ഉള്ളവരായിരിക്കും ഈ ക്ലോസ്ഡ് എന്ന് പറയുന്നവർ. അപ്പോൾ അവരിൽ എന്താണ്, കൾച്ചർ ബേസ്ഡ് ഫിഷറീസ് മാത്രമേ നടക്കുകയുള്ളൂ. മറ്റേ ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് ഈ റിവറുമായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കും. അതിലാണെങ്കിൽ ക്യാപ്ചർ ബേസ്ഡ് ഫിഷറീസും നടക്കും. ഇനി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫിഷർമെൻ കോപ്പറേറ്റീവ്സ് കാണും, അല്ലെങ്കിൽ ലീസിനെടുക്കുന്നവരൊക്കെ കാണും. അങ്ങനെയുള്ളതിൽ ഈ ഫിഷറീസിനെ പറ്റിയിട്ട് ഡാറ്റ കാണും. അല്ലാതെ അൺമാനേജ്ഡ് ആയിട്ടുള്ളതിൽ ഇതിൻ്റെ ഡാറ്റ കാണില്ല. ഇനി ഇതിൻ്റെ ലാൻഡിംഗ് സെൻറ്റർ അപ്രോച്ച് നോക്കാം. ഇവിടെ ലേക്സിനും അതുപോലെ വെറ്റ്ലാൻഡ്സിനൊക്കെ സെയിം പ്രൊസീജിയറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ വെറ്റ്ലാൻഡ്സിൻ്റെ ടൈപ്സൊക്കെ കൺസിഡർ ചെയ്യുന്ന മാനേജ്മെൻറ്റ് പ്രാക്ടീസസൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിൻ്റെ മെത്തഡോളജിയിലും ലാൻഡിംഗ് ഡേയ്സ് ആണ് സ്മോളസ്റ്റ് പോപ്പുലേഷൻ യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സാമ്പിളിങ്ങിൽ വെറ്റ്ലാൻഡ്സിനെയും ലേക്സിനെയൊക്കെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ഫിഷിംഗ് ഡേയ്സിന് സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ ലാൻഡിംഗ് സെൻറ്റേഴ്സിനെയും ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്യണം.
അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ലാൻഡിങ് സെൻറ്റേഴ്സ് മാത്രമല്ല, എല്ലാ ലാൻഡിങ് സെൻറ്റേഴ്സിനും ഇതിൽ സർവേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സീസൺസും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ലാൻഡിങ് ഡേയ്സ് വിത്തിൻ എ സീസൺ ആൻഡ് ലാൻഡിങ് സെൻറ്റർ ആണ് സെക്കൻഡ് സ്റ്റേജ് യൂണിറ്റ് ആയിട്ട് ഇതിൽ വരിക. ഇനിയുള്ളത് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ ദ എസ്റ്റിമേഷൻ ഓഫ് ഇൻലൻഡ് ഫിഷ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം അണ്ടർ റിപ്പോർട്ടിംഗ് ആണ്. റിസർവർ ക്യാച്ചസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാച്ചസിൻ്റെ 20-40% റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പിന്നെ ധാരാളം റിസർവോയേഴ്സിന് ഗവേണിംഗ് ബോഡി ഇല്ല മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അൺറിപ്പോർട്ടഡ് ആൻഡ് ഇല്ലീഗൽ ഫിഷ് ക്യാച്ചസൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ മിസലേനിയസ് ഫിഷ് ക്യാച്ചസ്, അതായത് മീഡിയം ആൻഡ് സ്മോൾ ഇൻഡിജീനിയസ് ഫിഷസിൻ്റെ ക്യാച്ചസ് ഒന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ഇനി ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലാൻഡ്സിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലഡ് പ്ലെയിൻ വെറ്റ്ലാൻഡ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡിൻ്റെ ഒരു മേജർ പാർട്ടായിരിക്കും ഇവിടെ നിന്നുള്ള ക്യാച്ചസ്. അതൊരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പിന്നെ പോച്ചിങ് നടക്കുന്നതും റിപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ ഈ ലീസിന് എടുക്കുന്ന ആൾക്കാരും ഒരിക്കലും അതിൻ്റെ കറക്റ്റ് ഫിഗേഴ്സ് റിവീൽ ചെയ്യില്ല. കാരണം അടുത്ത ഓപ്ഷൻ്റെ സമയത്ത് അവർക്ക് അത്രയും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. പിന്നെ ട്രഡീഷണൽ ഫിഷിംഗ് ഗിയേഴ്സ്, ട്രാപ്സ്, പുഷ് നെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരും അതിൻ്റെ ക്യാച്ചസും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പിന്നെ ഈ ലെസ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിജീനിയസ് ഫിഷ് ആൻഡ് പ്രോൺസിൻ്റെ ക്യാച്ചസും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പിന്നെ ഈ ഡാറ്റ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ തന്നെ വൈൽഡ് സ്റ്റോക്കും അതുപോലെ തന്നെ സ്റ്റോക്ക്ഡ് ഫിഷസിൻ്റെ ഒന്നും ഡാറ്റ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഒരിക്കലും കിട്ടാറില്ല. ഇതിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് പറയുന്നത് ഫിഷ് ക്യാച്ചസിനെ ഇൻഡിവിജ്വൽ ഫിഷേഴ്സ് തന്നെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരിക. അതുപോലെ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിഷസിൻ്റെ ഡേറ്റയും റെക്കോർഡ് ചെയ്യപ്പെടുക. പിന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്ന് ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following methods is most appropriate for a government agency to estimate the total inland fish production from India's vast and diverse network of rivers, reservoirs and ponds? Option A, employing a stratified random sampling approach where representative samples are taken from different categories of water bodies, example rivers, lakes and ponds, and then extrapolating the results to estimate the total production. B, collecting data only from major commercial fishing ports and extrapolating the total production for the entire country. C, using satellite imagery to count the number of water bodies and assuming a fixed average fish yield per unit area. Option D, conducting a complete census by counting every single fish to every body of water to get an exact number. അതിൽ നമുക്ക് അറിയാലോ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ അത്രയാണ് ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻസ് വരുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൊത്തത്തിലൊരു റിവിഷൻ പോലൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ പോർഷൻസാണ്. കാരണം അതാണല്ലോ കുറച്ച് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ ഡിഫിക്കൾട്ടായിട്ടുള്ളത്. ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കമൻറ്റ് സെഷൻ നമുക്കൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഉള്ള ഡൗട്ട്സും കൺസേൺസും എല്ലാം അവിടെ ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമായിട്ട് എടുക്കാം. താങ്ക് യു.